കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയിൽ കർമ്മയോഗത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഫലം കാക്ഷിക്കാതെ കർമ്മം ചെയ്യണമെന്ന്. നമുക്കറിയാലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും അംഗീകരിക്കപ്പെടാതെ പോവുക, പിന്നെ എത്ര ചെയ്താലും നമ്മൾ കുറ്റം കേട്ട് ദുഃഖിക്കേണ്ടി വരിക, പിന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് സന്തോഷം ഉണ്ടായാലും ചില കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ സന്തോഷിച്ചിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വേറെ രീതിയിൽ ദുഃഖം വന്നു ചേരുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാൻ ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മളോട് തന്നെ നമുക്ക് പുച്ഛം തോന്നുന്ന സമയങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് തിരിച്ചു കിട്ടണമെന്ന്, നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അതായത് നമ്മളൊരു കർമ്മം ചെയ്യാണ്, അതുകൊണ്ട് എനിക്ക് നല്ല പ്രതിഫലം കിട്ടണം, നല്ല രീതിയിലാവണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തിനാണ്? അതൊക്കെ വെറുതെ അല്ലേ? ഉദാഹരണത്തിന്, ഒരു കുട്ടി നന്നായി പഠിക്കുന്നു. ആ പഠിക്കുന്ന കുട്ടിക്ക് അതിൽ വിജയം കിട്ടണമെന്ന് ആ വിജയത്തിൽ നമുക്ക് അവകാശമുണ്ടോ? അത് ഭഗവാനാണ് തരുന്നത്. ഞാൻ കണ്ടു, പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, സാമ്പത്തികമായും പിന്നോക്കമായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ബുദ്ധിക്കും അല്പം കുറവുണ്ടായിരുന്നു. പക്ഷേ പഠിക്കാൻ നല്ല ഉത്സാഹമായിരുന്നു, നന്നായി പഠിക്കും. ഇരുന്ന് വായിച്ച്, വീട്ടിൽ വേറെ ലൈറ്റോ അങ്ങനെയുള്ള കറണ്ടോ ഒന്നും ഇല്ലാത്ത സമയത്ത് മൺവിളക്ക് കത്തിച്ച് അവിടെ ഇരുന്ന് പഠിക്കും, നല്ലവണ്ണം പഠിക്കും. പഠിച്ചത് തന്നെ പഠിച്ച് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി. പക്ഷേ ആ കുട്ടി പഠിച്ച രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് ഉന്നതമായ മാർക്കിൽ പാസ്സാവുകയും ചെയ്തു. ആ കുട്ടി ഇത്രയും പഠിച്ചിട്ടും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒരു കുറവുകളുണ്ട്, ബുദ്ധി കുറവാണ്. എത്രയും പഠിച്ചാലും അതൊന്നും ബുദ്ധിയിൽ നിൽക്കില്ല, ഓർമ്മയിൽ നിൽക്കില്ല. അങ്ങനെ ആ കുട്ടി ഫെയിലായി. ഇത് കുറേ കുട്ടികൾക്ക് നടക്കും. അതായത് പഠിക്കണം, എനിക്ക് ജയിക്കണം എന്ന് വിചാരിച്ച് പഠിച്ചിട്ടും ബുദ്ധിയിൽ നിൽക്കാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കർമ്മം ചെയ്യുന്നുണ്ടാവും, ജോലി ചെയ്യുന്നുണ്ടാവും, നന്നായി പണിയെടുക്കുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും കുറവ് ശമ്പളം ആ കമ്പനിയിൽ വാങ്ങുന്ന ആളായിരിക്കും, ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ആളായിരിക്കും, കമ്പനിക്ക് വേണ്ടി ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്ന ആളായിരിക്കും. ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മാറി വേറെ കമ്പനിയിൽ പോയാലും നമ്മുടെ ഇത് വെച്ച്, ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ഈ ജോലിയെ കിട്ടുള്ളൂ, ഇത്ര ശമ്പളം കിട്ടുള്ളൂ. ചിലപ്പോൾ അവിടെയുള്ള ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളുടെ അധ്വാനമൊന്നും ചിലപ്പോൾ താഴേക്കിട ആളുകൾക്ക് വേണ്ടി വരും, അതിനേക്കാൾ കൂടുതൽ വേണ്ടി വരും. മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് അധ്വാനിക്കാനില്ല, വെറുതെ ഒന്ന് റിവ്യൂ ചെയ്താൽ മതിയാവും. താഴെയുള്ള ആൾക്കാർക്കും ഏറ്റവും അധികം പണി ഉണ്ടാവുക. പക്ഷേ ഇത്ര മരിച്ച് പണിയെടുത്തിട്ടും ആൾക്ക് ഒരു പ്രതിഫലം കാര്യമായി കിട്ടുന്നുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ, ഈ ലൗകിക ജീവിതത്തിൽ കണ്ടുവരുന്നത്. അതുപോലെ സ്ത്രീകൾ വീട്ടിൽ എത്രയധികം പണിയെടുത്താലും ചിലപ്പോൾ വീട്ടുകാർ കണ്ടില്ലെന്ന് നടിക്കും. ഭർത്താവായാലും അമ്മായിമ്മയായാലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും എല്ലാവരും, സ്വന്തം മക്കൾ തന്നെ നമ്മൾ എത്ര ചെയ്താലും അവർക്കൊരു വിലയില്ല, നമ്മളെ ഒരു വിലയില്ല, ഞാൻ അടിമ പോലെ പണിയെടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നാലോചിക്കുക, നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ നിരാശപ്പെടുന്നത്? നമ്മൾ അതിന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതുകൊണ്ട്. എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ആ പ്രതീക്ഷ ഇനി വേണ്ട. നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ആ കർമ്മഫലത്തിൻ്റെ അവകാശം ഭഗവാന് വിട്ടുകൊടുത്തിട്ട്, അതായത് കർമ്മഫലം ഭഗവാൻ തീരുമാനിക്കട്ടെ, നമുക്ക് കർമ്മം ചെയ്യാം. ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ നന്നായി പഠിക്കും, അത് തോൽക്കോ ജയിക്കോ അത് ഭഗവാൻ തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഒരു ജോലി ചെയ്യുന്ന ആളാണ്, ഈ കമ്പനിക്ക് വേണ്ടി എനിക്കാവുന്ന വിധത്തിൽ എല്ലാം ഞാൻ ജോലി ചെയ്യും. എനിക്ക് തന്നിട്ടുള്ള ഈ ജോബ് പ്രൊഫൈൽ വെച്ച് ചെയ്യാവുന്ന വർക്കൊക്കെ ഞാൻ ചെയ്യും, എനിക്കറിയാവുന്ന എൻ്റെ സ്കിൽസ്.
പിന്നെ എനിക്കുള്ള പ്രൊമോഷനും എൻ്റെ സാലറിയും ഒക്കെ ഭഗവാൻ തീരുമാനിക്കട്ടെ. ഒരു സ്ത്രീയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഭർത്താവിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് എനിക്ക് കിട്ടുന്ന പ്രതിഫലം ഭഗവാൻ തീരുമാനിക്കട്ടെ. ഇതുപോലെ ഒരു ഭർത്താവാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചെയ്തു കൊടുക്കും. അതിനുള്ള പ്രതിഫലം ഭഗവാൻ തീരുമാനിക്കട്ടെ. ഇങ്ങനെ വിചാരിച്ച് എപ്പോൾ നമ്മൾ കർമ്മം ചെയ്യാൻ ഒരുങ്ങുന്നുവോ അപ്പോഴാണ് നമ്മൾ ഭഗവാനുള്ള ഒരു യജ്ഞമായി കർമ്മത്തെ കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, അതായത് ഫലത്തിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അതൊരു യോഗമാണ്. ഇതാണ് കർമ്മയോഗം. ഇതും ഭഗവാനിലെത്താനുള്ള ഒരു മാർഗമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കർമ്മം ചെയ്യുകയാണ്, അതിൻ്റെ ഫലം ഞാൻ ആഗ്രഹിക്കുന്നു, ആ ഫലം പോസിറ്റീവ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പോസിറ്റീവ് ആവുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കർമ്മബന്ധനത്തിൽപ്പെട്ട് അവിടെ തന്നെ, അതായത് ഈ ഭൂമിയിൽ തന്നെ ചുറ്റിക്കളിക്കാൻ വിധേയരാകുന്നു. വീണ്ടും ജന്മങ്ങൾ എടുക്കുകയും വീണ്ടും നമ്മൾ ഈ ടെൻഷനിൽ കൂടെയൊക്കെ കടന്നു പോവുകയും വീണ്ടും അങ്ങനെ പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ പെട്ടുഴലുന്നു. അപ്പോൾ നമുക്ക് പരമമായ നമ്മുടെ ആത്മാവിൻ്റെ ലക്ഷ്യമായ ഭഗവാനിൽ എത്തിച്ചേരണം, ഗുരുവായൂരപ്പനിൽ ചേർന്നലിയണം എന്നുള്ള ആഗ്രഹമൊന്നും നടക്കുന്നില്ല. അതായത് നമ്മൾ എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ കർമ്മഫലത്തെ അകറ്റി നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ മാത്രം അർപ്പിച്ച് നമ്മളൊരു കർമ്മം ചെയ്യുന്നത്, അപ്പോൾ തുടങ്ങി നമ്മൾ മോക്ഷത്തിലേക്ക് യോഗ്യത നേടുകയാണ്. ഇതാണ് പ്രധാനമായും കർമ്മയോഗം എന്ന ഭഗവത്ഗീത അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. പിന്നീടും ഒരുപാട് വിവരണങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ വരണമെന്നുള്ളതാണ്. അത് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നോ അവിടെ നമുക്ക് ഭഗവാനിലെത്താനുള്ള മാർഗവും തെളിഞ്ഞു വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായി തന്നെ വരും. നമുക്ക് തോന്നും ഇതൊക്കെ പോസിറ്റീവ് ആവുന്നുണ്ടല്ലോ, നമ്മളിലൊരു വല്ലാത്തൊരു സംതൃപ്തി വന്നു ചേരും. ഇതൊക്കെ എക്സ്പെക്റ്റഡായി നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ഫലത്തെ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഫലം നമുക്ക് പോസിറ്റീവായി വന്നു ചേരുകയും ചെയ്യും. അതെങ്ങനെയാണ്? അത് ഭഗവാൻ തീരുമാനിക്കുന്നതാണ്. കാരണം ഭഗവാനിലേക്ക് നമ്മൾ അടുക്കും തോറും ഭഗവാൻ നമ്മളെ പൂർണ്ണമായും നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അതിൽ നിന്നുള്ള സുഖങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ച് നമ്മൾ ഭഗവാനിലുള്ള ആ സന്തോഷത്തിൽ നമ്മൾ പ്രീതി കണ്ടെത്തും, സന്തോഷം കണ്ടെത്തും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മൾക്ക് വരുന്നതൊക്കെ പോസിറ്റീവാവും. അതായത് ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ഊർജ്ജമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പോസിറ്റീവ് ഊർജ്ജമാണ്. അദ്ദേഹത്തിൻ്റെ എനർജി നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നതൊക്കെ പോസിറ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ, ഇങ്ങനെയുള്ള തിയറികളൊക്കെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതെ, അതായത് പോസിറ്റീവായ എല്ലാതും പോസിറ്റീവായതിനെ മാത്രം ആകർഷിച്ചുകൊണ്ടിരിക്കും. അതായത് ഭഗവാനിലേക്കുള്ള നമ്മുടെ ആ ഒരു പാത്ത് ക്ലിയർ ആകുമ്പോൾ നമ്മളിലേക്ക് വരുന്നതും പോസിറ്റീവ് തന്നെയായിരിക്കും. അതായത് നമ്മളിലേക്ക് ഭഗവാന്റെ ഊർജ്ജം നിറയുമ്പോൾ നമ്മളിലോട് അട്രാക്റ്റ് ചെയ്ത് വരുന്ന ആ ഊർജ്ജവും അതേപോലെ തന്നെ പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് കർമ്മങ്ങളിൽ വിജയമുണ്ടാവുമെന്ന് ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഭഗവത്ഗീതയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ആർക്കും ഒരു സൗകര്യത്തിനനുസരിച്ച് പഠിക്കാവുന്ന ഒരു ക്ലാസ്സാണ്, മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയാണ് ഞാൻ കർമ്മയോഗത്തെ പറ്റി പറഞ്ഞത്. ഇതിലും കൂടുതലായിട്ട് ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ സൗജന്യമായിട്ടുള്ള ക്ലാസ്സാണ്. ആർക്ക് വേണമെങ്കിലും താഴെ പറയുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ക്ലാസ് നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.